ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു VS നോട്ട്സ്. നമുക്കിന്ന് ബിസിനസ് സ്റ്റഡീസിൻ്റെ സെക്കൻഡ് ചാപ്റ്റർ ആരംഭിക്കാം. നമ്മൾ ആദ്യത്തെ ചാപ്റ്ററിൽ മാനേജ്മെൻറ്റ് എന്താണ്, എന്തൊക്കെയാണ് മാനേജ്മെൻറ്റിൻ്റെ സവിശേഷതകൾ, എന്താണ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യം, എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അല്ലെങ്കിൽ ഫങ്ഷൻസ് ആണ് മാനേജ്മെൻറ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത് എന്നീ കാര്യങ്ങളൊക്കെയാണല്ലോ പഠിച്ചത്. നമുക്ക് ഈ ചാപ്റ്ററിൽ മാനേജ്മെൻറ്റ് തത്വങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത്. ഇന്നത്തെ കാലഘട്ടത്തിൽ ബിസിനസ് സ്ഥാപനങ്ങൾ അവയുടെ പ്രവർത്തനങ്ങളുടെ നടത്തിപ്പിനായി മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഈ മാനേജ്മെൻറ്റ് തത്വങ്ങൾ വിദഗ്ധരായ മാനേജ്മെൻറ്റ് ചിന്തകന്മാർ നേരത്തെ തന്നെ നിർവചിച്ചിട്ടുള്ളവയാണ്. അങ്ങനെ ഉള്ള രണ്ട് പ്രധാനപ്പെട്ട മാനേജ്മെൻറ്റ് ചിന്തകന്മാരായ FW ടൈലർ, ഹെൻറി ഫായോൽ തുടങ്ങിയവരുടെ മാനേജ്മെൻറ്റ് തത്വങ്ങളാണ് ഈ പാഠത്തിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. അതിനു മുമ്പായി നമുക്ക് മാനേജ്മെൻറ്റ് തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, അവയുടെ സ്വഭാവം എന്ത്, അവ കൊണ്ടുള്ള പ്രയോജനം അല്ലെങ്കിൽ അവയുടെ പ്രാധാന്യം എന്ത് എന്നിവ നമുക്ക് നോക്കാം. മാനേജ്മെൻറ്റ് തത്വങ്ങൾ. ആദ്യം നമുക്ക് എന്താണ് മാനേജ്മെൻറ്റ് തത്വം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഒരു മാനേജർക്ക് പ്രവർത്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും ആവശ്യമായ സാധാരണ മാർഗരേഖകളെ മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ന് പറയുന്നു. മാനേജ്മെൻറ്റ് തത്വങ്ങൾ അടിസ്ഥാന സത്യങ്ങളാണ്. അതായത് ഒരു മാനേജർക്ക് ആ ബിസിനസ് സ്ഥാപനത്തിൽ എപ്പോഴും തീരുമാനങ്ങൾ എടുക്കേണ്ടി വരാറുണ്ട്. എന്തൊക്കെ തീരുമാനങ്ങളാണ്? സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം എന്താണ്, ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടി എന്തെല്ലാം പ്രവർത്തനങ്ങൾ ചെയ്യണം, മറ്റുള്ളവരെ കൊണ്ട് ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ചെയ്യിപ്പിച്ചെടുക്കേണ്ടത് എന്നിങ്ങനെ ധാരാളം ഡെസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എടുക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ഈ സമയങ്ങളിലൊക്കെ ഇങ്ങനെ തീരുമാനം എടുക്കേണ്ട സമയത്ത് ഒരു മാർഗരേഖകളായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ന് പറയുന്നത്. ഈ മാനേജ്മെൻറ്റ് തത്വങ്ങൾ എന്ന് പറയുന്നത് അടിസ്ഥാന സത്യങ്ങളാണ്. എന്ന് വെച്ചാൽ ഇത്തരം മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഇത് ഫോം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടായിരിക്കുന്നത് മാനേജ്മെൻറ്റ് ചിന്തകന്മാർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് വിദഗ്ധർ അവരുടെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിരിക്കുന്നതാണ്. അവർക്ക് ഓരോ സിറ്റുവേഷനിലും ഏതെല്ലാം രീതിയിലുള്ള തീരുമാനങ്ങൾ എടുത്താൽ നമുക്ക് അതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടും എന്നുള്ളത് അവരുടെ ആ പ്രായോഗിക പരിജ്ഞാനത്തിൽ നിന്നും മനസ്സിലാക്കി എഴുതിയുണ്ടാക്കിയിരിക്കുന്നതാണ്. അതുകൊണ്ടാണ് അവയെ അടിസ്ഥാന സത്യങ്ങളാണെന്ന് പറയാൻ കാര്യം. ഓക്കെ, നമുക്കടുത്തത് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൻ്റെ സ്വഭാവം എന്താണെന്ന് നോക്കാം. എന്തെല്ലാം സ്വഭാവ സവിശേഷതകളാണ് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിനുള്ളത്? നമുക്കടുത്ത് പഠിക്കാനുള്ള ടോപ്പിക് അതാണ്. ആദ്യത്തെ സ്വഭാവം സാർവത്രികമായ പ്രായോഗികത. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചത് നിങ്ങളിവിടെ ഓർക്കണം. ആ സെയിം ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിനകത്തും വരുന്നത്. അതിനകത്ത് നമ്മൾ പഠിച്ചു മാനേജ്മെൻറ്റ് ഈസ് പെർവാസീവ്, സർവ്വവ്യാപിയാണ്. അത് തന്നെയാണ് ഇവിടെയും വരുന്നത്. സാർവത്രികമായ പ്രായോഗികത. ലോകത്തിലെ ഏത് തരം ഔപചാരിക സംഘടനയിലും മാനേജ്മെൻറ്റ് തത്വങ്ങൾ നടപ്പിലാക്കാവുന്നതാണ്. എന്ന് വെച്ചാൽ ആ പേര് കണ്ടോ, ഔപചാരിക സംഘടന എന്ന് വെച്ചാൽ എന്താണ്? എവിടെയൊക്കെ ഒരു ഗ്രൂപ്പ് എഫേർട്ട് ഉണ്ട്, അതായത് ഒരു കൂട്ടം ആളുകൾ ജോലി ചെയ്യുന്നിടത്ത് നമുക്ക് ഈ പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. പക്ഷേ അവയുടെ വ്യാപ്തി, ഏതൊക്കെ അളവിൽ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് ഈ ഔപചാരിക സംഘടനകളുടെ സ്വഭാവത്തിനനുസരിച്ചാണ്. ഇപ്പോൾ ബിസിനസ് സ്ഥാപനമാണെങ്കിൽ വലിയ ബിസിനസ് സ്ഥാപനത്തിൽ അതിനനുസരിച്ചുള്ള പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കാം. ഇനി ബിസിനസ് സ്ഥാപനമല്ല മറ്റേതെങ്കിലും തരത്തിലുള്ള സർവീസ് ഓർഗനൈസേഷൻ ആണെങ്കിലും അവരുടെ സ്വഭാവത്തിനനുസരിച്ച് അല്ലെങ്കിൽ അവയുടെ ബിസിനസ്സിൻ്റെ അല്ലെങ്കിൽ സർവീസിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഏത് തരത്തിലുള്ള സ്ഥാപനങ്ങളിലും ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ്, അവിടെ ഒരു ഹ്യൂമൺ എലമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സ്വഭാവ സവിശേഷതയായി പറയുന്നത്. അടുത്തത് പറയുന്നത്
പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ രൂപപ്പെട്ടതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. ഇതെങ്ങനെയാണ് ഇപ്പോൾ സയൻസിലൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന പോലെ ലബോറട്ടറികളിലുള്ള പരീക്ഷണങ്ങളിൽ കൂടിയല്ല, മറിച്ച് എങ്ങനെയാണ് ദീർഘകാല പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അനുഭവങ്ങളുടെയും ആകത്തുകയാണ് മാനേജ്മെന്റ് തത്വങ്ങൾ. ഈ മാനേജ്മെന്റ് തത്വങ്ങൾ എന്ന് പറയുന്നത് ഹ്യൂമൺ എലമെന്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതായത് മാനുഷിക വിഭവവുമായി ബന്ധപ്പെട്ടതാണ്. അവരെയാണ് നമ്മളിവിടെ ശരിക്കും മാനേജ് ചെയ്യുന്നത്. മനുഷ്യർ മാത്രമല്ല, മെറ്റീരിയൽസും ഉണ്ട്. എങ്കിൽ പോലും കൂടുതലും നമുക്ക് മാനുഷിക പെരുമാറ്റങ്ങളെ സ്വാധീനിക്കുന്നതാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ ബിസിനസ് സ്ഥാപനങ്ങളിൽ ഇവരുടെ പണ്ടുകാലം തൊട്ട് തന്നെ ഇത്തരം മാനേജ്മെന്റ് വിദഗ്ധന്മാർ അവരുടെ ആ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് ഏതൊക്കെ സിറ്റുവേഷനുകളിൽ എന്തെല്ലാം പ്രോബ്ലംസ് ഉണ്ടായി, അവ എങ്ങനെയാണ് പരിഹരിക്കപ്പെട്ടത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ദീർഘകാല പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും അവരുടെ അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഇത്തരം പ്രിൻസിപ്പിൾസ് ഫോം ചെയ്തിരിക്കുന്നത്, രൂപപ്പെട്ടിരിക്കുന്നത്. അതാണ് ഇതിൻ്റെ അടുത്ത ഒരു സവിശേഷത. അടുത്തത്, ഇത് അയവുള്ളതാണ്, ഫ്ലെക്സിബിൾ ആണ്. എന്താണ് കാര്യം? സാഹചര്യങ്ങൾക്കനുസരിച്ച് മാനേജ്മെന്റ് തത്വങ്ങളിൽ ആവശ്യമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളിക്കാൻ കഴിയും. കാരണം മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ എപ്പോഴും ബിസിനസ് സ്ഥാപനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ പറയുന്നത്. ബിസിനസ് സ്ഥാപനത്തിൽ കാര്യങ്ങൾ നടത്തിച്ചെടുക്കുന്നത് ഹ്യൂമൻ റിസോഴ്സ് വഴിയാണ്. അതുകൂടാതെ ബിസിനസ് സ്ഥാപനം നിലനിൽക്കുന്നത് ഒരു സമൂഹത്തിലാണ്. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അവിടുത്തെ ഇപ്പം മനുഷ്യരുടെ ആണെങ്കിലും ടേസ്റ്റ് മാറും, പ്രിഫറൻസ് മാറും, ടെക്നോളജികൾ മാറും. അപ്പോൾ ഇവിടെയൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ചേഞ്ചസിനനുസരിച്ച് അല്ലെങ്കിൽ സിറ്റുവേഷനുകൾക്ക് അനുസരിച്ചിട്ട് മാനേജർമാർക്ക് ഈ പ്രിൻസിപ്പിളുകളിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി ഉപയോഗിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അടുത്തത് പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നു എന്ന് വെച്ചാൽ എന്താണ്? സ്ഥാപനത്തിലെ മാനുഷിക വിഭവങ്ങളുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കുന്നവയാണ് മാനേജ്മെന്റ് തത്വങ്ങൾ. നേരത്തെ പറഞ്ഞല്ലോ, മാനേജ്മെന്റ് തത്വങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യിക്കുന്നത് ഹ്യൂമൺ എലമെന്റ്സിലാണ്. അപ്പോൾ ഇവരെയൊക്കെ സ്വാധീനിക്കുന്ന തരത്തിലായിരിക്കും നമ്മൾ ഈ മാനേജ്മെന്റ് തത്വങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്. അടുത്തത്, കാര്യകാരണ ബന്ധം, അതായത് കോസ് എഫക്റ്റ് റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത്. അതായത് മാനേജ്മെന്റ് തത്വങ്ങൾ കാര്യകാരണ ബന്ധം സൂചിപ്പിക്കുന്നു. മാനേജ്മെന്റ് തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നേരത്തെ, ഇത് പ്രശസ്തരായ മാനേജ്മെന്റ് ചിന്തകന്മാർ ഫോം ചെയ്ത് നിർവചിച്ച് വെച്ചിരിക്കുന്നവയാണ്. അപ്പോൾ ഈ ഓരോ തത്വം നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന തത്വങ്ങളിലൊക്കെ ഇന്ന തത്വം, ഇന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാൽ ഇന്ന ഗുണം നമുക്ക് കിട്ടും, അല്ലെങ്കിൽ ഇന്നത് നമുക്ക് ഫോളോ ചെയ്താൽ ഇന്ന എഫക്റ്റ് ഉണ്ടാവും എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ ഡിവിഷൻ ഓഫ് ലേബർ, അതായത് നമ്മൾ ജോലികൾ വിഭജിച്ച് നൽകണം എന്നുള്ളതാണ്. അങ്ങനെ വിഭജിച്ച് നൽകിയാൽ അവിടെ ജീവനക്കാർക്ക് ആ ജോലിയിൽ വൈദഗ്ധ്യം കിട്ടും, അല്ലെങ്കിൽ നമുക്ക് സ്ഥാപനത്തിന് കാര്യക്ഷമത ഉറപ്പാക്കാൻ പറ്റും എന്നുള്ള ആ കോസുമുണ്ട്, എഫക്റ്റുമുണ്ട്. അങ്ങനെ കാര്യകാരണ ബന്ധം സൂചിപ്പിച്ചു കൊണ്ടിട്ടാണ് ഓരോ മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇത്രയുമാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൻ്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതകൾ. നമുക്ക് അടുത്തത് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കാം. അതായത് ഈ പ്രിൻസിപ്പിൾസ് ഉപയോഗിച്ചാൽ അല്ലെങ്കിൽ നമുക്ക് ഫോളോ ചെയ്താൽ എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്. ഇത് ഓരോന്നായിട്ട് ഉൾക്കാഴ്ച നൽകുന്നു, കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, ശാസ്ത്രീയമായ തീരുമാനങ്ങൾ എടുക്കാൻ സഹായിക്കുന്നു, അതിജീവനത്തിന് സാധിക്കുന്നു, സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റാൻ സാധിക്കുന്നു. പിന്നെ ഒരു അടിസ്ഥാന പഠനമായി മാനേജ്മെന്റിനെ കരുതാൻ സഹായിക്കുന്നു. ഇത്രയുമാണ് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസിൻ്റെ പ്രാധാന്യം. അതിൽ ഓരോന്നും നമുക്ക് നോക്കാം. ഉൾക്കാഴ്ച നൽകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? മാനേജ്മെന്റ് തത്വങ്ങൾ മാനേജർമാർക്ക് അറിവും കഴിവും പ്രായോഗിക പരിജ്ഞാനവും നൽകുന്നു. യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ട ഉൾക്കാഴ്ച നൽകാൻ മാനേജ്മെന്റ് തത്വങ്ങൾ സഹായിക്കുന്നു. അതായത് മാനേജ്മെന്റ് തത്വങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് മാനേജ്മെന്റ് വിദഗ്ധർ അവരുടെ പ്രായോഗിക എക്സ്പീരിയൻസിൽ നിന്നാണ്, പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്നാണ്, അല്ലെങ്കിൽ അവരുടെ നിരീക്ഷണങ്ങളിൽ നിന്ന് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾസ് ആണ്. അപ്പോൾ ഇതൊക്കെ മാനേജർമാർക്ക് അറിഞ്ഞിരുന്നാൽ അവരുടെ അറിവ് വർദ്ധിക്കും. ഓരോ സിറ്റുവേഷനിലും
സിറ്റുവേഷനിലും എങ്ങനെയാണ് കാര്യങ്ങൾ നടത്തേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടും. അപ്പോൾ ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉൾക്കാഴ്ച അല്ലെങ്കിൽ ഒരു ഇൻസൈറ്റ് അത് നൽകാൻ മാനേജ്മെൻറ്റ് തത്വങ്ങൾ സഹായിക്കുന്നു. അതാണ് ഒന്നാമത്തെ സിഗ്നിഫിക്കൻസ്. അടുത്തത് കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു. കാര്യക്ഷമത എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ എഫിഷ്യൻസി എഫക്റ്റീവ്നെസ്സും പഠിച്ചത് ഓർമ്മയുണ്ടാവുമല്ലോ. അവിടെ എന്താണ് നമ്മൾ പറഞ്ഞിരുന്നത്? മിനിമം കോസ്റ്റ് മാക്സിമം എഫേർട്ട്. അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ. കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, അതായത് ഉൽപാദക വിഭവങ്ങൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനും ഭരണനിർവഹണം സുഗമമാക്കുന്നതിനുമുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതാണ് മാനേജ്മെൻറ്റ് തത്വങ്ങൾ. ഉൽപാദക വിഭവങ്ങൾ, അതായത് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, മെൻ, മണി, മെറ്റീരിയൽസ് ആൻഡ് മെഷീൻസ്, ഇവയൊക്കെ നമുക്ക് വളരെ ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നതിനും, ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നമുക്ക് വേസ്റ്റേജ് ഇല്ല, മിനിമം കോസ്റ്റിൽ ഇതെല്ലാം ഉപയോഗിച്ച് വളരെ നന്നായിട്ട് നമുക്ക് ഭരണനിർവഹണം നടത്തിക്കൊണ്ട് പോകാൻ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് മാനേജർമാരെ സഹായിക്കുന്നു. അതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് നമുക്ക് സയൻറ്റിഫിക് ഡെസിഷൻസ്, അതായത് ശാസ്ത്രീയമായ തീരുമാനങ്ങൾ കൈക്കൊള്ളാനായിട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഫോം ചെയ്തിരിക്കുന്നത് അടിസ്ഥാന സത്യങ്ങളാണെന്ന് പറഞ്ഞല്ലോ, അവരുടെ പ്രായോഗിക അറിവിൽ നിന്നാണ്. അപ്പോൾ അത് വളരെ കാര്യങ്ങൾ പല ഫാക്ടേഴ്സും കണക്കിലെടുത്തിട്ട് അങ്ങനെയുള്ള ഫാക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ തീരുമാനങ്ങൾ എടുക്കാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശാസ്ത്രീയമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ മാനേജ്മെൻറ്റ് തത്വങ്ങൾ സഹായിക്കുന്നു. ഇപ്പം നമ്മൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ തീരുമാനം എടുത്താൽ നമുക്ക് നേരായ രീതിയിലുള്ള ഒരു ഡയറക്ഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം ഒരിക്കലും തെറ്റിപ്പോവില്ല, വളരെ കറക്റ്റായിരിക്കും, വളരെ വിജയത്തിലെത്തിക്കാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഇവർ ശാസ്ത്രീയമായ രീതിയിൽ ഓരോ കാര്യങ്ങളും പഠിച്ച് ഇന്ന രീതിയിൽ ഇന്നത് ചെയ്താൽ ഇന്ന റിസൾട്ട് കിട്ടും എന്ന് പറയുന്നുണ്ട്, ഒരു മാർഗനിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫോളോ ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അവിടെ ഒരു ശാസ്ത്രീയമായ തീരുമാനമാണ് എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമുക്ക് ബിസിനസ്സിൽ ശാസ്ത്രീയമായ തീരുമാനങ്ങൾ കൊണ്ടുവന്ന് ബിസിനസ്സിനെ സക്സസ് ആക്കാനായിട്ട് സാധിക്കുന്നു. അടുത്തത് അതിജീവനം എന്നാണ് പറയുന്നത്. ഈ അതിജീവനം എന്ന് പറയുന്നത് എപ്പോഴാണ് അതിജീവനത്തിൻ്റെ ആവശ്യം? ഇപ്പം നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അല്ലേ? എന്ന് വെച്ചാൽ ബിസിനസ് പരിസ്ഥിതിയിലെ മാറ്റങ്ങൾ അതിജീവിക്കാൻ സ്ഥാപനത്തിനെ സഹായിക്കുന്നു. നമ്മുടെ ഒരു സൊസൈറ്റിയിലായിരിക്കും ബിസിനസ് സ്ഥാപനങ്ങളുള്ളത്, അല്ലെങ്കിൽ മനുഷ്യരെയാണ് കൂടുതലും നമുക്ക് മാനേജ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെയൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇവരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ്സിൽ, സ്ഥാപനത്തോടുള്ള ആറ്റിറ്റ്യൂഡ്സിൽ, അല്ലെങ്കിൽ ടെക്നോളജി മാറുമ്പോഴുള്ള ആറ്റിറ്റ്യൂഡ്സിലൊക്കെ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ അവരെ നമുക്ക് ഫേവറാക്കി, നമുക്ക് മീൻസ് മാനേജ്മെൻറ്റിന് ഫേവറാക്കി കൊണ്ടുവരാനായിട്ട് ഈ പ്രിൻസിപ്പിൾസ് ഓരോ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ബിസിനസ് പരിസ്ഥിതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിജീവിക്കാൻ സ്ഥാപനത്തിനെ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് സഹായിക്കുന്നു എന്ന് പറയുന്നത്. അടുത്തത് സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റപ്പെടാനായിട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ സമൂഹത്തോടുള്ള ബിസിനസ്സിൻ്റെ ഉത്തരവാദിത്തങ്ങളെ തിരിച്ചറിഞ്ഞ് അവ നിറവേറ്റുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ മാനേജ്മെൻറ്റ് തത്വങ്ങൾ നൽകുന്നു എന്നാണ് പറയുന്നത്. അതായത് മാനേജ്മെൻറ്റ് തത്വങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് തന്നെ സാമൂഹിക ഉത്തരവാദിത്തം നിറവേറ്റാൻ വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ പ്രാപ്തരാക്കുന്ന രീതിയിലാണ്. അപ്പോൾ ഇന്നതൊക്കെ സാമൂഹിക ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാവാൻ നിറവേറ്റിയാൽ സ്ഥാപനത്തിന് നല്ല രീതിയിൽ മികച്ചതാവാം എന്നുള്ള ആ ഒരു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാനേജ്മെൻറ്റ് തിയറീസും പ്രിൻസിപ്പിൾസും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് തന്നെ. അപ്പോൾ അത് നല്ല രീതിയിൽ ഫോളോ ചെയ്താൽ, ആ പ്രിൻസിപ്പിൾസ് നല്ല രീതിയിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ആ സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫുൾഫിൽ ചെയ്യാനായിട്ട് ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സ്ഥാപനത്തിന് ഈ പ്രിൻസിപ്പിൾസ് നൽകുന്നു. ഓക്കെ, ഇത്രയുമാണ്. ഒരെണ്ണം കൂടിയുണ്ട്. ഇതിൻ്റെ അടിസ്ഥാന പഠനമായിട്ട് മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. മാനേജ്മെൻറ്റ് തത്വങ്ങളുടെ പഠനം മാനേജ്മെൻറ്റ് വിഷയങ്ങളുടെയും കോഴ്സുകളുടെയും അടിസ്ഥാനമാണ്. നമ്മൾ മാനേജ്മെൻറ്റിൻ്റെ ഒരു കൺസെപ്റ്റ് പഠിച്ചപ്പോൾ മാനേജ്മെൻറ്റ് ആസ് എ ഡിസിപ്ലിൻ എന്ന് പഠിച്ചു അല്ലേ? അതായത് മാനേജ്മെൻറ്റ് ഒരു വിഷയമായിട്ട് സർവകലാശാലകളിൽ പഠിപ്പിക്കുന്നുവെന്ന്. അപ്പോൾ മാനേജ്മെൻറ്റിനെ ഒരു വിഷയമായിട്ട് പഠിപ്പിക്കുമ്പോൾ ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് അതിനകത്തൊരു
ടോപ്പിക്കാണ്. അതായത് ഇപ്പോൾ MBA ആണെങ്കിലും BBA ആണെങ്കിലും ഒരു അടിസ്ഥാന വിഷയമായിട്ട് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് സബ്ജക്റ്റുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഓരോ കോഴ്സുകളുടെയും അടിസ്ഥാനമായിട്ട് ഇത് പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയും നമുക്ക് ഈ മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസ് സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിന് പ്രാധാന്യമുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഈ ടോപ്പിക്കിനകത്ത് ഉള്ളത്. അപ്പം എല്ലാവരും നോട്ടൊക്കെ എഴുതി വെച്ച് പഠിക്കുക. പിന്നെ ഒരു കാര്യം പറയട്ടെ, നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ വായിക്കണം. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പഴയ കുട്ടികളുടെയൊക്കെ വാങ്ങിച്ച് നിങ്ങൾ പഠിക്കുക. അതല്ലെങ്കിൽ നമുക്ക് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ സമഗ്ര പോർട്ടലിൽ പോയാൽ ടെക്സ്റ്റ് ബുക്ക് കിട്ടും. അതും കൂടി ഒന്ന് വായിച്ച് കുറച്ച് കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കണം. വളരെ ഷോർട്ടായിട്ടുള്ള ഒരു നോട്ടാണ് ഞാൻ തരുന്നത്. അതിൽ നിന്ന് നിങ്ങൾ പിന്നീട് ഷോർട്ടാക്കരുത്. ഹെഡിങ് വിത്ത് എക്സ്പ്ലനേഷൻ തന്നെ നിങ്ങൾ പഠിക്കണം. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ക്ലാസ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.